ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി യൂട്യൂബിലൊക്കെ വൈറലായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളും അതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം നമുക്ക് പറ്റിയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, ഒന്നും മറച്ച് വെക്കണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആ ലൈക്കൊക്കെ ചെയ്യാൻ എല്ലാവരും മടിക്കുകയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് ഇട്ടത്. അതാകുമ്പോൾ ലേശം ഒരു ഒരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ആട്ടപ്പൊടി ഒരു പാത്രത്തേക്ക് അളന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അളവൊക്കെ കൃത്യമായിട്ട് ഇരിക്കണം, എന്നെങ്കിലേ ദോശ നന്നാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പറ്റിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കി. അപ്പോൾ 2 ഗ്ലാസ് പൊടി ഞാൻ അളന്നിട്ടിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറാട്ടെ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇത് വറ്റിച്ച ചോറാട്ടാ, ഇത് കുക്കറിലിട്ടാണ് വറ്റിച്ച ചോറാണ്. അപ്പോൾ ചോറ് തികയാതാവുമ്പോൾ ഒരു വറ്റിക്കലൊക്കെ ഉണ്ടാവും, പിന്നെ ചോറുണ്ടാവും ചെയ്യും. അപ്പോൾ ആ ചോറാണ് ഇട്ടത്. ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ 1 ഗ്ലാസ് ചോറും അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ കുത്തിയമർത്തിയൊന്നും ഇടണ്ട, ഒരു ആ ഗ്ലാസ്സിന് ഒരേ ഗ്ലാസ്. അപ്പം അളവ് ശരിയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് ചോറും 1 ഗ്ലാസ് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഇനി നമ്മൾ അതേ ഗ്ലാസ്സിന് തന്നെ വെള്ളം ഇട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒരു 1-2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിന് മിക്സാക്കാൻ വേണം. അപ്പോൾ അത് നന്നായി ഒന്നുകൊണ്ട് മിക്സാക്കാം. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ആയിട്ട് കാണണേ. അപ്പോൾ ഞാൻ ഫസ്റ്റിലൊക്കെ ഞാൻ ഉണ്ടാക്കുക അത് ഗോതമ്പ് നുറുക്കൊണ്ട് അതിനിട്ട് ഉണ്ടാക്കിൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടു നോക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കാനൊരു പൂതി. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിയും കിട്ടി. അപ്പോൾ നമുക്കൊന്നും വെള്ളക്കാരുടെക്കൊന്നും ഗോതമ്പ് പൊടിയൊന്നും കിട്ടില്ല കേട്ടോ. BPL കൊണ്ടാകാത്തുണ്ടെങ്കിൽ അത് മാസം ലാസ്റ്റ് ചെന്നാൽ കിട്ടും. അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ മാസം ലാസ്റ്റൊക്കെ ഒന്ന് റേഷൻ കടയിൽ പോയാൽ നമുക്കും പൊടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒക്കെ ഒന്നാണ് മിക്സാക്കി ഒരു 2 വാക്കാക്കി കണ്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ മിക്സിക്ക് ഇനി ഒരു ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് കണ്ട് ഓവർലോഡ് ആവണ്ടല്ലോ. അപ്പോൾ 2 പ്രാവശ്യമാക്കി കണ്ട് നമ്മളതുണ്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് 2 വാക്കാക്കി കണ്ട് അടിച്ചെടുത്തിട്ടാ. അപ്പോൾ ഞാനത് രാത്രിയായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടത്, രാവിലേക്കൊക്കെയാണ്. അപ്പോൾ ഞാനിത് പുറത്ത് വെക്കണില്ല എന്ന് വിചാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പുളിപ്പ് വന്നാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പുളിപ്പ് ഇഷ്ടമുള്ള പോലെയാണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. തേങ്ങയൊക്കെ ചെല്ലുമ്പോൾ പുളി വരാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ ആക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ പുലർച്ചെടുത്ത് വെക്കാം. നമ്മൾ നേരത്തൊക്കെ എണീക്കുമ്പോൾ പിന്നെ 3:45 ആകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കും. അപ്പോൾ 4 മണിക്കാണ് കേട്ടോ എടുത്ത് വെച്ചത്. അപ്പോൾ പുറത്തേക്ക് വെച്ചാൽ അതിന് തണുപ്പൊക്കെ പോയിക്കോളും. പിന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ട് ചുടുള്ളൂ കേട്ടോ. ഒരു കാൽച്ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ചായ കുടിച്ചണമെങ്കിൽ കുറച്ച് സമയമാകും. അപ്പോൾ ഒരു 8 മണിക്കൊക്കെ ചുട്ടാൽ മതി. അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് വെച്ച് 4 മണിക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ 8 മണി അതിൻ്റെ രസം കേട്ടോ ചുടാൻ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ്റെ ചട്ടി തന്നെ ഗ്യാസിൽ വെച്ച് കണ്ടാണ് ചുടേണ്ടത്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1.5 തവി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുണ്ട് ചെറുതായിട്ടുണ്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഒരു മൂടി പൊന്തിയ മരുത്ത മൂടി കൊണ്ട് മൂടി കൊടുക്കാൻ നല്ല കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിൻ്റെയൊക്കെ വെള്ളപ്പച്ചട്ടിൻ്റെയൊക്കെ മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കേട്ടോ മൂടി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ ചിലപ്പോൾ നമ്മൾ പിടിക്കാൻ പോവും, വട്ടാൻ പോവും മൂടിമലേ. അപ്പോൾ അതിന് റൗണ്ട് ശരിയാവണം കേട്ടോ, എന്നാലേ ഇത് കേടുവരാതെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ആരൊക്കെ എടുക്കുന്നുണ്ട്, നല്ല പഞ്ഞി പോലത്തെ ദോശ. പിന്നെ ഈ തേങ്ങയും എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ അരിപ്പത്തിരി അരിൻ്റെ ദോശ ഒക്കെ തിന്നിങ്ങനെ മടുക്കുമ്പോഴേ അപ്പോൾ ഇതൊക്കെ നല്ലൊരു പിന്നെ തിന്നാൻ പറ്റിയൊരു മുതലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇങ്ങനെ പൊടിയൊക്കെ കിട്ടുമ്പോൾ. പിന്നെ ചപ്പാത്തിയൊക്കെ ചുടാനൊക്കെ നമ്മൾ മടി കാട്ടുമല്ലോ, അപ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടി ഞാൻ വലുതാക്കി പരന്നുകാണ്ട് വലിയ മൂടി കൊണ്ട് അങ്ങനെ മൂടി വെക്കുന്നുണ്ട്. പല ചെലക്കും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പരീക്ഷണം എല്ലാവർക്കും ആവാമല്ലോ, നമ്മളിഷ്ടം പോണൊക്കെ നമുക്ക് ചെയ്യാം, ആരും ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ വലുതാക്കിക്കാണ്ട് വലിയ മൂടി കൊണ്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂടി ഉയരം പോരായിട്ട് അതിൽ ഒട്ടാൻ പോകണമെന്ന് തോന്നട്ടോ. അപ്പോൾ പിന്നെ അത് മാറ്റിക്കാണ്ട് പിന്നെ കുണ്ടുള്ള മൂടി കൊണ്ട് തന്നെ മൂടി കൊടുത്ത്
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ക്യാമറക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ സ്റ്റാൻഡിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ് പോവുകയാണ്, സ്റ്റാൻഡ് വീണ് പോവുകയാണ്. ഇനിയിപ്പോൾ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. മോൻ പറയുകയാണ് ഇനി നിർത്താൻ നോക്കി, ഇനി മതി സ്റ്റാൻഡ് വാങ്ങിയത്. അപ്പോൾ ഇനി എന്താ വേണ്ടിയെന്ന് ഇങ്ങനെ വിചാരിച്ച് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ വിചാരിച്ച് കണ്ട് ഇങ്ങനെ ഇട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെ അപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ ഇതിക്ക് കറിയൊന്നും വേണ്ടട്ടാ, കറി വേണമെങ്കിൽ കൂട്ടിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ തേങ്ങ ഒക്കെ ഇടുമ്പോഴേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മാവ് ഉണ്ടാക്കി വെക്കുമ്പോഴേ, അപ്പം ഷുഗറുള്ളവർക്കൊക്കെ പഞ്ചസാര വേണ്ടാത്തല്ല നല്ലത്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ദോശയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദോശപ്പണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏതാ നന്നാവുണ്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ലേസം അരിൻ്റെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ ദോശക്കല്ലിൽ, ഇരുമ്പിൻ്റെ ദോശക്കല്ല്. അപ്പോൾ ഒന്ന് അതിൽ ഒഴിച്ചു കൊടുത്താട്ടോ. എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും നല്ലതെന്ന്. എന്താ വെച്ചാൽ അടിയൊക്കെ നല്ല നെരിഞ്ഞാണ്ട് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നിട്ടത്. അടുപ്പത്തുമാണ്, ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ആയപ്പോഴേ ഫ്രൈ പാൻ്റെ ചട്ടി ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ആവലല്ലേ, ദോശക്കല്ലാട്ടം നെരിഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയും ചുടാം. പല പരീക്ഷണം നമ്മൾ നടത്തി നോക്കി. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്കിപ്പോൾ 7 ദോശ നമുക്ക് കിട്ടിക്കണം കേട്ടോ. നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പൊടിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. രാത്രിക്കൊക്കും വൈകുന്നേരത്തിനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഒരു ചോറിന് ഒരു കാറ്ററിങ് നമ്മൾ ഏറ്റതാണിട്ടത്. അപ്പോൾ ഒരു വീട് പണിക്ക് ഒരു ജിൻഡൽ വാർപ്പിനുള്ള ചോറ് ഏറ്റതാട്ടാ. അപ്പോൾ അത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ കുറേശ്ശൊക്കെ ഒന്ന് എടുത്താട്ടോ. അപ്പോൾ നമ്മൾ മോനാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് തരുന്നത്. മക്കളൊക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച്, പുറത്തൊക്കെ പോകുമ്പോഴേ അവർക്കൊന്നും ഒരു പണി അറിയില്ല. അപ്പോൾ പിന്നെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് മോനാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആക്കണേ. 3 കിലോ നെയ്ച്ചോറിൻ്റെ അരിയുണ്ട്, 3 കിലോ ചിക്കനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും വേണം. അപ്പോൾ ഒന്നായിട്ടുണ്ട് വെച്ച് കൊണ്ടുപോവുകയാണേ. അപ്പം പിന്നെ പാക്കാക്കൊണ്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിന്, പിന്നെ ഒക്കെ മറന്നുപോയി. എല്ലാം കൂടി തിരക്കായപ്പോഴേ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു ലേശിച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല കൈമാ റൈസ് അരിയും ചിക്കൻ മുളകിട്ടതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അരി ഊറ്റി വെച്ചതാട്ടത്, ഇതേ എടുത്തിട്ടുള്ളൂ. കൈമാ റൈസാണ് കേട്ടോ. അപ്പോൾ കൈമാ റൈസ് നെയ്ച്ചോറ് വെക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്യൊക്കെ കുറച്ച് മതി, എന്നാൽ തന്നെ ഒരു ജീരകത്തിൻ്റെ ഒരു മണം അങ്ങനെ വരുമല്ലോ, സ്മെല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറും പിന്നെ അതിൽക്കതാ സലാഡ് ഉണ്ടാക്കാൻ കേട്ടോ. അതൊക്കെ നമ്മൾ മോനും അരിയുന്നുണ്ട്, ഞാനും അരിയുന്നുണ്ട്. അപ്പോൾ 2 മണിയായപ്പോൾ ചോറ് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റേണ്ടത്. എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.